ഹലോ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും നല്ല ദിവസം തരുന്നു. നല്ല മഴ ഉണ്ട് ഇവിടെ. ഇന്ന് ഞാനേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എല്ലാവർക്കും ഭയങ്കര ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ എല്ലാ ഡ്രൈവർമാർക്കും അനുഭവം ഉണ്ടാവും. ഓരോരുത്തരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ഹോളുണ്ടല്ലോ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഡ്രൈവർമാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതിൻ്റെ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഈ എറണാകുളത്തേക്ക് ഡെയിലി പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ട് പല പല വഴികളിൽ കൂടെ ഒക്കെ ഞാൻ പോകും. അപ്പോൾ മിക്കവാറും ഉണ്ടാവുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഈ ടാനിങ്ങിലേക്ക് എത്തി കഴിഞ്ഞാൽ ഞാൻ ഹോൺ അടിക്കും. ഞാൻ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഹോണ് വരില്ല. കാരണം രണ്ട് വണ്ടിക്ക് കറക്റ്റ് പോകാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല ചില ടാനിങ്ങിൽ. അപ്പോൾ ഞാനങ്ങോട്ട് ഹോൺ അടിച്ച് ഇങ്ങനെ ഓടി നോക്കാം. അപ്പോൾ എൻ്റെ ധാരണ ഞാൻ വണ്ടികളൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് ഞാനവിടെ കയറി പോകും. അവിടെ കയറുമ്പോൾ തന്നെ അപ്പോൾ എതിര് വേറെ വണ്ടി വരും, ചവിട്ടവിടെ നിർത്തും. അങ്ങനെ ഒന്നും മുണ്ടില്ല, ഓക്കെ ശരിട്ടാ. ചില ആൾക്കാർ സോറിന്ന് പറഞ്ഞ് അവിടെ പോകും. ഒരിക്കൽ ഇതേപോലെ തട്ടിയില്ല ഒരു പ്രഖ്യാപിൻ്റെ മുന്നേ വന്ന് നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഓണൊന്നും അടിച്ചൂടെ? ആ ഓണിലിരിക്കണം, ഫ്രീ അല്ല, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു, ചേട്ടാ മോനെ, ഞാൻ ഹോണെ കേട്ട്, പക്ഷെ ഞാൻ അടിക്കാൻ വിട്ടുപോയതാണ്. അടിക്കാൻ എന്തിനു വിട്ടുപോകണേ ചേട്ടാ? കാരണം ഇപ്പുറന്ന് ഓണ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കില്ല, ഓണ് നമുക്ക് അടിക്കാന്നുള്ള ഒരു ധാരണ നമുക്ക് ഓർമ്മ വരുമല്ലോ. സൂര്യ കണ്ടു പോയി. പക്ഷേ ഞാൻ പറയാൻ ഉള്ള കാരണം വെച്ചാൽ മാക്സിമം നമ്മൾ എല്ലായിടത്തും ഹോൺ അടിക്കുക. കാരണം ഹോൺ അടിക്കേണ്ട സ്ഥലത്ത് ഹോൺ അടിക്കുക. കാരണം ഹോൺ അടിച്ചാൽ വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അതും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആവശ്യമാണ് ഹോൺ അടിക്കുക, നിർബന്ധമാണ്. ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ ചിലപ്പോൾ സൈഡിൽ കൂടെ പോകുന്നുണ്ടാവും. നമ്മൾ വെച്ചാൽ അവരുടെ കയറി വരില്ല, അവരുടെ പോവല്ലേ, അത് ചിലപ്പോൾ അവർക്ക് ചെവിടും കേൾക്കില്ല. ചിലവരാണെങ്കിൽ തണ്ണിയിലാവും. ഈ ടൗണിലൊക്കെ കഴിഞ്ഞാൽ 5 മണി 6 മണി കഴിഞ്ഞ് പിന്നെ അറിയാൻ പറ്റില്ല നമ്മുടെ ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആകെ പാമ്പുകളുടെ കാലമാണ് ഇപ്പോൾ. 5 മണി 6 മണി കഴിഞ്ഞ് ഫുള്ള് പാമ്പാണ്. അപ്പോൾ അവർ അങ്ങനെ ആടി ഇങ്ങനെ ഡാൻസ് ആയിട്ട് അങ്ങനെ പോവുക. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഓണടിച്ചും കാര്യമില്ല. ഓണടിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ പോകും വണ്ടർ ഫ്രണ്ടിക്ക്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവസ്ഥയാണ് നമ്മൾ. അപ്പോൾ ഓണടിക്കുന്നിടത്ത് ഓണൊക്കെ മാക്സിമം അങ്ങനത്തെ ആൾക്കാർ പാമ്പുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വെള്ളം അടിച്ചിട്ട് പാമ്പ് പോലെ പോകുന്ന ആൾക്കാരെടുത്ത് ഒന്ന് സ്ലോ ആക്കുക. മാക്സിമം സ്ലോ ആക്കുക. ഹോൺ അടിച്ച് മെല്ലണ്ട് പോകുക. മാക്സിമം ഒന്ന് കട്ട് ചെയ്തിട്ട് പോവുക. അതാണ് നമുക്ക് നല്ലത്, നമ്മുടെ കുടുംബത്തിന് നല്ലത്. അല്ലെങ്കിൽ ആജീവനാന്ത കുടുംബത്തിൽ ചിലപ്പോൾ ചിലവ് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, അപ്പോൾ മാക്സിമം നമ്മൾ ഓൺ അടിക്കേണ്ടടുത്ത് ഓൺ അടിക്കുക. കാരണം നമ്മൾക്ക് ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് പരീക്ഷ തരുന്നുണ്ടല്ലോ, ഒരു എക്സാം. അതിലെല്ലാ കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, എല്ലാ കാര്യവും. ഒരു സാധനം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ഒക്കെ നമ്മൾ കാരണം നമ്മളൊക്കെ ഒന്ന് മണ്ടേ കയറില്ല. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ബോർഡുകൾ കാണുമ്പോൾ നമുക്ക് അതിന് മണ്ടേ കയറുക. അപ്പോഴും ചിലവർക്ക് മണ്ടേ കയറുക, ചിലർക്ക് കയറും. ചിലർക്ക് എന്താ ഫുൾ ലൈസൻസ് എടുക്കണം, വണ്ടി പുതിയ എടുക്കണം, റോട്ടിലേക്ക് ഇറങ്ങാണ്ട് പോകണം, അത്ര ചിന്തയുള്ളൂ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോണ് മാക്സിമം ഈ ടാനിങ്ങിന് എല്ലാവരും ഹോൺ അടിക്കുക. എപ്പോഴാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ മാക്സിമം നമ്മൾ വണ്ടി കയറി നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായി ചെയ്യുക. നമ്മൾ സിഗ്നലുകൾ കറക്റ്റായി പാലിക്കുക. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ചില സമയത്തൊന്നും പാലിക്കാറില്ല. ഞാനിപ്പോൾ വലിയ ആളാവണമെന്നില്ല. ചില സമയത്ത് ഞാൻ പാലിക്കും, ചിലത് പാലിക്കും. പക്ഷേ അതിക്ക് 2 ദിവസം മുന്നേക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റണവർ ചെയ്യുക. പിന്നെ ധൃതി പിടിച്ചിട്ട് ടൈമില്ലാത്തടത്തേക്ക് ഭയങ്കര സ്പീഡും കാര്യങ്ങളായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ മതി, ഒരു കുഴപ്പമില്ല, തിരക്കുമില്ല, സുഖമായിട്ട് നമുക്ക് മെല്ലെ പോവുകയും ചെയ്യാം. അപ്പോൾ മാക്സിമം എല്ലാവരും, ഞാൻ ഹോണ്ട കാര്യമാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് പറയാനുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതുവരെ ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് ലൈക്ക്, കമൻസ്, സബ്സ്ക്രൈബ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ ശരി, വണ്ടിലാകെ ഈച്ചയാണേ. ഓക്കെ, ശരി, നമസ്കാരം.
എല്ലാവർക്കും ഓക്കെ, നല്ലൊരു ദിവസം നേരുന്നു. നല്ല മഴ ഉണ്ട് ഇവിടെ. ഓക്കെ.